സിനിമാ മേഖല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ നടപടി നിയമപരമായി പരിശോധിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ. പരാതിയുണ്ടെങ്കിൽ കേസെടുക്കുമെന്നും ആലപ്പുഴയിൽ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. റിപ്പോർട്ടിലെ പുറത്തുവിടാത്ത ഭാഗങ്ങളിൽ നടപടിയെടുക്കേണ്ടതുണ്ടെങ്കിൽ കോടതി പറയട്ടെ എന്നും മന്ത്രി പറഞ്ഞു. നടന്നിട്ട് അവരുടെ കൂടി അഭിപ്രായങ്ങൾ വിവിധ മേഖലയിലുള്ള ആളുകൾ, അതായത് ലൈറ്റ് ബോയ് മുതൽ നമ്മുടെ സിനിമാ രംഗത്തെ ഏറ്റവും മുതിർന്ന ആളുകൾ വരെയുള്ള എല്ലാവരുമായി ചർച്ച ചെയ്യണം. ഇന്ത്യയിലെ പ്രമുഖരായ സിനിമാ രംഗത്തെ ആളുകളെ ഇതിലേക്ക് ക്ഷണിക്കണം, ലോകാടിസ്ഥാനത്തിലുള്ള ആളുകളെ ക്ഷണിക്കണം. കാരണം ഇതിന്റെ സാങ്കേതിക മേഖല മികവുറ്റാക്കണം, അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മളിപ്പോൾ കുറെ കാര്യങ്ങൾ. ചിത്രാഞ്ജലി 150 കോടി രൂപ ഡെവലപ്മെന്റ് നടക്കുകയാണ്. അതിന് 80 കോടി രൂപയുടെ പ്രവൃത്തി തുടങ്ങി കഴിഞ്ഞു. ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ്, പിണറായി വിജയൻ ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള മാറ്റമാണ്. കൊച്ചിയിലാണ് റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. 27 തിയേറ്ററുകളിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഒരുപാട് സ്ക്രീനുകൾ പുതിയതായി വന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ തകർന്നു കിടന്ന നമ്മുടെ തിരുവനന്തപുരത്തെ തിയേറ്റർ, തൃശ്ശൂരിലെ തിയേറ്റർ എല്ലാം നിർമ്മാണം തിരുവനന്തപുരത്ത് പൂർത്തീകരിച്ചു. അപ്പോൾ ഒരുപാട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇപ്പൊ ഇവർ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം, ഈ 24 കാര്യങ്ങൾ എല്ലാം തന്നെ ഒന്നൊന്നായി അതിനകത്ത് എന്താണ് അതിന്റെ നിയമപരമായ കാര്യങ്ങൾ, അതിന്റെ സാങ്കേതികമായ കാര്യങ്ങൾ നമുക്ക് പഠിച്ചു മാത്രമേ ചെയ്യാം. തീർച്ചയായിട്ടും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള